ഹലോ ഗൈസ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓർത്തത് ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മോള് പറഞ്ഞ് അവൾ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കാനൊന്നുമല്ല, എൻ്റെ കാല് നല്ല വേദനയുണ്ട് ഗൈസ്. അപ്പോൾ അവൾ പറഞ്ഞ് അവൾ വെച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ കസിൻ ബ്രദേഴ്സ് എല്ലാം വരും, അപ്പം ഞാൻ തന്നെ വെച്ചോളാം അമ്മേ. അവൾ ബാംഗ്ലൂരൊക്കെ ഇതൊക്കെ വെക്കുകയും കുക്കിങ് ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് അവൾക്കും അറിയാം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനെല്ലാം അരിഞ്ഞൊക്കെ തരാമെന്നും പറഞ്ഞ് ഞാൻ അരിഞ്ഞെല്ലാം കൊടുക്കുവാണ്. അപ്പോഴത്തേന് അവളതെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈസ് ഒരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഗൈസ്. വെള്ളം തിളയ്ക്കുന്നു. ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞ് അരി ഇടണമെന്നല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ളം തിളച്ചുടനെ അരി ഇടാൻ വേണ്ടി പോയി. അപ്പം കുട്ടൂസ് എന്നെ നോക്കി കണ്ട പാലും ആട്ടിക്കൊണ്ട് അവൻ നിൽക്കുവാണ്. ഇവളന്മാരിവിടെ എന്താ ചെയ്യുന്നതെന്നും പറഞ്ഞ് എന്ത് ചെയ്താലും അതിൻ്റെ നടുക്ക് വന്ന് അവനങ്ങ് നിൽക്കും. നിന്ന് പിന്നെ അതെല്ലാം ഞാൻ ഇതെല്ലാം കോരിയിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരെല്ലാം വന്ന് എൻ്റെ ടേസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേനും കുട്ടൂസം കിടന്ന് ഭയങ്കര ബഹളം. അവനെ വെളിയിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. ഇവന്മാരെപ്പം വന്നാലും അവനെ വെളിയിൽ കുറേ നേരം നടത്താൻ കൊണ്ടുപോകും. അവന്മാരിങ്ങോട്ട് വന്ന് കയറിയ ഉടനെ അവന്മാരെ നിർത്തത്തില്ല. ലീസ് എടുക്കടാ എന്നും പറഞ്ഞ് അവന്മാരെ പുറകിനോടും. ഓടി അവന്മാരെ കുരച്ച് അവന് വെളിയിൽ പോയിട്ട് എല്ലാം അവൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ അവന് കടയിലൊരു സാധനം മേടിക്കാൻ വേണ്ടി അവനെ വിട്ടതാണ്. ആ സമയം കൊണ്ട് അവൻ്റെ കസിൻ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം അവൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ബർത്ത്ഡേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടൊരു ടീഷർട്ട് മേടിച്ച് കൊടുത്തു. അപ്പം ഞങ്ങളത് അവനറിയാതെ ഞങ്ങൾ കവലയിൽ നിന്ന് മേടിച്ച് അതിട്ടൊക്കെ നോക്കുക. കണ്ടോ ഗൈസ്, ഇത്രയേ ഉള്ളൂ.